പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, പല്ലിന് കേടുവരുന്നു. എന്തുകൊണ്ട് പല്ലിന് കേടുവരുന്നു? പല്ലും നമ്മുടെ സൂര്യപ്രകാശവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചൈനക്കാര് അവരുടെ വെളിച്ചമെത്താത്ത മുറികളിൽ, അതായത് അവർ പാർക്കുന്ന സ്ഥലത്തിൽ വെളിച്ചമെത്താത്ത സ്ഥലങ്ങളിൽ കണ്ണാടികൾ ഉപയോഗിച്ച് പ്രഭാത സൂര്യരശ്മികൾ അവരുടെ മുറികളിൽ എത്തിച്ചിരുന്നു. ഈ ചൈനയിൽ നിന്ന് വന്ന കണ്ണാടികളെ കുറിച്ചൊക്കെ നമുക്കറിയാം. വളരെ ക്വാളിറ്റിയുള്ള, നല്ല ഗുണനിലവാരമുള്ള നല്ല കണ്ണാടികൾ ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ ചൈനക്കാര് സൂര്യപ്രകാശത്തെ അവർ താമസിക്കുന്ന മുറികളിൽ, അതായത് പ്രഭാത സൂര്യരശ്മികളെ അവർ താമസിക്കുന്ന മുറികളിൽ എത്തിച്ചിരുന്നു. ഇതിനെന്തെങ്കിലും ആരോഗ്യപരമായ ബന്ധമുണ്ടോ? അതിന്റെ ബന്ധം എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ, കൂടുതലായിട്ട് പഠിക്കുമ്പോൾ, നമ്മുടെ കണ്ണിന്റെ റെറ്റിന, ആ റെറ്റിനയിൽ ഈ പ്രഭാത സൂര്യകിരണങ്ങൾ വന്ന് പതിച്ചാൽ മെലനോപ്സിൻ എന്ന് പറഞ്ഞൊരു ദ്രാവകം അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ മെലനോപ്സിൻ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളോട്, അതായത് നമ്മുടെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി ആരംഭിക്കുക, അതായത് യു സ്റ്റാർട്ട് വർക്കിംഗ്. ഇതിന് നമുക്ക് ഒരു സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില എവിഡൻസ് നമ്മുടെ ചുറ്റുവട്ടം തന്നെ കാണാൻ പറ്റും. അതായത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ കന്നും കുട്ടികളെടുത്ത് എണീറ്റ് തുള്ളിച്ചാടുന്നു. പ്രഭാതരശ്മികൾ അടിക്കുമ്പോൾ ചെറിയ ചെടികൾ, പൂച്ചെടികളും പുൽച്ചെടികളും എല്ലാം ഉണർന്നു വരുന്നു. അപ്പൊ ഈ പ്രഭാത സൂര്യരശ്മികൾ നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ അടിക്കുമ്പോൾ, ഇത് തന്നെയാണ് സൂര്യ നമസ്കാരത്തിന്റെ ഒരു ബേസിക്കും. കണ്ണിന്റെ റെറ്റിനയിൽ നമ്മുടെ പ്രഭാത സൂര്യരശ്മി അടിക്കുമ്പോൾ മെലനോപ്സിൻ ഉണ്ടാകുകയും ഈ മെലനോപ്സിൻ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ ബൂസ്റ്റപ്പ് ചെയ്യും. അതായത് യു സ്റ്റാർട്ട് വർക്കിംഗ് എന്ന് പറയുമ്പോൾ എൻഡോക്രൈൻ ഗ്രന്ഥികൾ വർക്ക് ചെയ്ത് ആ ഹോർമോണൽ ബാലൻസ് കീപ്പ് ചെയ്യുന്നു, അതിന്റെ റിതമിസിറ്റി കീപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടാകുകയില്ല. രണ്ടാമത്, ഒരു 10 മുതൽ 11 വരെയുള്ള സൂര്യരശ്മികൾ. ഈ സൂര്യരശ്മികളാണ് ഈ വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് ഈ സൂര്യരശ്മികൾ നമ്മൾ കുറച്ച് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ. ഈ സൂര്യരശ്മികൾ ലഭിക്കാത്തിടത്തോളം കാലം നിങ്ങൾ എത്രമാത്രം വൈറ്റമിൻ ഡി കഴിച്ചാലും അത് എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് വിസർജിച്ചു പോവുകയുള്ളൂ. കാരണം ഈ വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യണമെങ്കിൽ ഈ പ്രഭാതരശ്മികൾ, അതായത് 10 തൊട്ട് 11 വരെയുള്ള സൂര്യരശ്മികൾ ഒരു 2 മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ റിസീവ് ചെയ്യണം. കാരണം അതാണ് അതിൻ്റെ കാറ്റലിസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, പ്രഭാതരശ്മികൾക്കും പ്രഭാതത്തിലെ സൂര്യരശ്മികൾക്കും പ്രാധാന്യമുണ്ട്. ഒരു 10 തൊട്ട് 11 മണി വരെയുള്ള സൂര്യരശ്മികൾക്കും പ്രാധാന്യമുണ്ട്. ഇവ നമ്മുടെ ഹോർമോണൽ പ്രൊഡക്ഷനെ ബാലൻസ് ചെയ്യുന്നു, അതോടൊപ്പം വൈറ്റമിൻ ഡി അബ്സോർപ്ഷനെ സഹായിക്കുന്നു. അതേപോലെ തന്നെ വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വിദേശികൾ വന്ന് കടപ്പുറത്ത് വൈകുന്നേരം സൂര്യനെ ദർശിച്ചുകൊണ്ട് റെസ്റ്റ് എടുക്കുന്നത്, പയ്യെ മയങ്ങിക്കിടക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വൈകുന്നേരത്തെ സൂര്യരശ്മികൾ കണ്ണിലടിക്കുമ്പോൾ കണ്ണിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള പീനിയൽ ഗ്ലാൻസ്, ആ പീനിയൽ ഗ്ലാൻസ് മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കുകയും ഈ സാധനം, ഈ മെലറ്റോണിൻ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസിനോട് പറയും, യു ഗോ ആൻഡ് റെസ്റ്റ്, അതായത് നീ റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്, നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. പിന്നീട് അപ്പോൾ ഹോർമോണിന്റെ ഉൽപാദനം എല്ലാം ഈ വൈകുന്നേരത്തെ ഈ സൂര്യരശ്മിയുടെ വീഴുന്നതനുസരിച്ച് അത് കുറയും. കാരണം എൻഡോക്രൈൻ ഗ്ലാൻസ് റെസ്റ്റിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ 3 സൂര്യരശ്മികൾക്കും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആരോഗ്യത്തിലും പ്രാധാന്യമുണ്ട്. പണ്ട് കാലത്തെ കാരണവന്മാരൊക്കെ, എനിക്കറിയാം, 100 വയസ്സിന് മേലെയുള്ള ഒരു പേഷ്യൻ്റ് എനിക്കുണ്ട്, ഇന്നും പല്ലിനൊരു കേടുമില്ല. രാവിലെ എണീറ്റ് അദ്ദേഹം ഒരു കർഷകനാണ്, കർഷകന്റെ വേല ചെയ്യുന്നു, പറമ്പിലേക്ക് ഇറങ്ങുന്നു, അദ്ദേഹം സൂര്യരശ്മി അടിക്കുന്നു,
സമീകൃതമായിട്ട് കൃത്യമായിട്ട് തന്നെ ആഹാരം കഴിക്കുന്നു. അപ്പം പല്ലിന് കേടുണ്ടാകാനുള്ള കാരണങ്ങളിൽ സൂര്യരശ്മി നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന എനർജി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക്, പ്ലീസ് ഷെയർ.